അതിശ്രേഷ്ഠമായ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടാണ് നാം ഈ ദിവസം ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നത്. നന്നേ ചെറുപ്രായത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുകയും ആ വിശുദ്ധൻ്റെ ഓർമ്മ കാലാതിവർത്തിയായി വീശുന്ന ഒരു സുഗന്ധം പോലെ തലമുറകൾ പിന്നിട്ടിട്ടും എത്രയോ അധികം ആളുകളെ നിരന്തരം ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും യഥാർത്ഥമായ ക്രിസ്ത്യാനുകരണത്തിൻ്റെ മാതൃകയെ പിൻപറ്റാനും നിരന്തരമായി പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഓർമ്മയുടെ മഹത്വവും ശ്രേഷ്ഠതയുമെന്ന് നമുക്കറിയാം. ചരിത്രം എപ്പോഴും മനുഷ്യരെ വിഭജിക്കുന്നതാണ്. ഏതൊരു രാജ്യം അതിൻ്റെ ചരിത്രം പറയുമ്പോഴും ഏതൊരു സമുദായം അതിൻ്റെ ചരിത്രം പറയുമ്പോഴും ഇനി ഒരു കുടുംബം അതിൻ്റെ ചരിത്രം പറയുമ്പോഴും പോലും മനുഷ്യർക്കിടയിൽ മുറിവുകൾ ഉണ്ടാവുന്നതും ആ മുറിവുകൾ പിന്നീട് പൊറുക്കാനാവാത്ത വലിയ വിടവുകളാവുന്നതും പിന്നീടത് ഒരിക്കലും ക്ഷമിക്കാനാവാത്ത നിരപ്പാവാത്ത യുദ്ധങ്ങളാവുന്നതുമൊക്കെ നമ്മളെല്ലാ കാലങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ വർത്തമാനകാലത്തിലും നാം കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ചില ഓർമ്മകൾ ആഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അനിവാര്യമാവുന്നത്. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത സഭാവ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ മനുഷ്യർക്കിടയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു വിശുദ്ധമായ ഓർമ്മയാണ്. മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് ഉണർത്തുന്ന ഇത്തരം ഓർമ്മകൾ, അതാണ് ഈ കാലഘട്ടത്തിന് ഒരു ഔഷധമായി ആഘോഷിക്കപ്പെടേണ്ടത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനിലേക്ക് പോലും ഉണർത്താൻ ശേഷിയില്ലാത്ത വിധത്തിൽ, മനുഷ്യനെ ദൈവത്തെങ്കിലേക്കെന്നല്ല മനുഷ്യനിലേക്ക് പോലും ഉണർത്താൻ ശേഷിയില്ലാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതങ്ങൾ നിരർത്ഥകമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തെങ്കിലേക്കും മനുഷ്യരിലേക്കും ഒരുപോലെ നമ്മുടെ ദൃഷ്ടികൾ പായിക്കേണ്ടതുണ്ട് എന്ന് തൻ്റെ ജീവചരിത്രം കൊണ്ട് മോർ ഗീവർഗീസ് സഹദ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധനായ സഹദായുടെ അതിപ്രശസ്തമായ ഛായാചിത്രം, ആ ചിത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ഒന്നുമല്ല നമ്മുടെ വിചാരം. ആ ഒരൊറ്റ ചിത്രം ജനമനസ്സുകളിൽ പതിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ ചില ആശയങ്ങളുണ്ട്. അത്യന്തം നിസ്സഹായതയിൽ പെട്ടുപോയിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ മനുഷ്യരുടെ നിസ്സഹായതകളിൽ ഇടപെടുന്ന ഒരു യോദ്ധാവ്, ഒരു പോരാളി. ആ പോരാളി ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ദൈവാശ്രയത്തിലൂന്നിയ ഒരു ജീവിതം കൊണ്ട് സാമൂഹികമായ തിന്മകളെ എതിരിടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ചിത്രം വളരെ ഭംഗിയായി നമുക്ക് ആ വരകൾക്കിടയിൽ വായിച്ചെടുക്കാവുന്നതാണ്. ഇതേത് കാലഘട്ടത്തിലും ആവശ്യമായി ഉണർന്നു വരേണ്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകൂടെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ സ്വാർത്ഥതയുടെ കുടീരങ്ങളിൽ അതിൻ്റെ പകിട്ടുകൾ വീണ്ടും വർദ്ധിപ്പിച്ച് അതിൽ മയങ്ങി അവസാനിക്കുന്ന ഒരു ദുർഭഗതയിലേക്ക് നാം പോലും അറിയാതെ വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരൻ
നമ്മളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ചുറ്റും നോക്കുക, മനുഷ്യരുടെ നിസ്സഹായതകൾ കാണുക, അതിനോട് ദൈവാശ്രയത്തോടുകൂടി ക്രിയാത്മകമായി പ്രതികരിക്കുക. കേവലം അത്ഭുത പ്രവർത്തകനായ ഗീവർഗീസിൻ്റെ സമീപമെത്തി മടങ്ങിപ്പോകുന്ന ഒരാഘോഷം മാത്രമല്ല പരിശുദ്ധൻ്റെ പെരുന്നാൾ. ഒരു പരിശുദ്ധനാരെ എന്ന് ചോദിക്കുമ്പോൾ പൗരസ്ത്യ ആധ്യാത്മ വിചാരത്തിൽ വളരെ സവിശേഷമായ ഒരു ഉത്തരം പറയാറുണ്ട്. ആ ഉത്തരം ഒരു ചോദ്യത്തിലാണ് ആരംഭിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കണമെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് പോകണം? ഇതാണ് ചോദ്യം. സ്വാഭാവികമായും വളരെ യുക്തിപൂർവം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വേദപുസ്തകം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകം നന്നായി പഠിച്ചിട്ടുള്ളവരുടെ അടുത്ത് ചെന്ന് പഠിക്കാനാണ്. വേദപുസ്തകത്തിലെ പുസ്തകങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കുകയും വലിയ വലിയ ബിരുദങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ, അവർ നമ്മെ നന്നായി വേദപുസ്തകം പഠിപ്പിക്കുമെന്ന വിചാരത്തോടു കൂടി നമ്മൾ അവരുടെ അടുത്ത് ചെല്ലും. അവർ നമ്മളെ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നന്നായി ടീച്ച് ചെയ്യുന്നവരുടെ അടുത്ത് പോയി വേദപുസ്തകം നമ്മൾ പഠിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വേദപുസ്തകം പഠിക്കുന്നത് നന്നായി പ്രീച്ച് ചെയ്യുന്നവരുടെ അടുത്ത് നിന്നാണ്, സുവിശേഷ പ്രസംഗകരുടെ അടുത്ത് നിന്നാണ്. എന്നാൽ പൗരസ്ത്യ വിചാരത്തിൽ പറയുന്ന ആ വാക്കിങ്ങനെയാണ്: നിങ്ങൾ വേദപുസ്തകം പഠിക്കേണ്ടത് വേദപുസ്തകം ടീച്ച് ചെയ്യുന്നവരുടെ അടുത്ത് നിന്നുമല്ല, പ്രീച്ച് ചെയ്യുന്നവരുടെ അടുത്ത് നിന്നുമല്ല, ബൈബിൾ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്നാണ്. സുവിശേഷം സ്വന്തം ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുന്നവരുടെ അടുത്ത് നിന്നാണ് സുവിശേഷാനുസൃതമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നേടേണ്ടത്. ഇങ്ങനെ ബൈബിൾ പ്രാക്ടീസ് ചെയ്ത മനുഷ്യരെയാണ് പൗരസ്ത്യ വിചാരത്തിൽ വിശുദ്ധന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പ്രസക്തി. പരിശുദ്ധമായ മാമോദീസ കൂദാശയിലൂടെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിയോഗം അതിൻ്റെ അവസാനത്തെ പ്രാർത്ഥനകളിൽ ഒന്നിൽ നാം വായിക്കുന്നുണ്ട്: സുവിശേഷപരമായ നടപടികളിലേക്ക് ഈ പൈതലിനെ ആനയിക്കണമേ. ഈ സുവിശേഷപരമായ നടപടികൾ പൂർത്തീകരിച്ച മനുഷ്യരെയാണ് ക്രിസ്ത്യാനികരണത്തിൻ്റെ ഉദാത്ത മാതൃകകളായി നമ്മളിങ്ങനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ ഓർമ്മയെ ആഘോഷിക്കുന്നതും. പരിശുദ്ധനായ ഗീവർഗീസ് സഹദ തൻ്റെ ജീവിതകാലത്ത് എങ്ങനെയാണ് ക്രിസ്തുവിനെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും അനുകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ മരണത്തിൻ്റെ ഭയാനകതയോ അതിൻ്റെ ആ ദാരുണമായ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളോ ഒക്കെ നമ്മളെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് ആകർഷിച്ചേക്കാം. എന്നാൽ ഒന്നുകൂടി പറയട്ടെ, അദ്ദേഹത്തെ ആ മരണത്തിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർഭയത്വമാണ്. എന്തിനുള്ള നിർഭയത്വം? സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള നിർഭയത്വം, അബലരായ മനുഷ്യരോട് കരുണ കാണിക്കാനുള്ള നിർഭയത്വം, ഭേദാഭേദങ്ങളില്ലാതെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള നിർഭയത്വം. ഇത് കൈമോശം വരുന്ന ഒരു കാലത്ത് വീണ്ടും നമ്മൾ ആവർത്തിച്ചാൽ സ്വാർത്ഥതയുടെ കുടീരങ്ങളിൽ സ്വയം പട്ടുപോകുന്ന മനുഷ്യരായി നമ്മളുടെ ജീവിതം പരിണമിക്കുമ്പോൾ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ നാം ആചരിക്കുന്നതിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയാണ്. വളരെ പഴയ ഒരു കവിതയുണ്ട്. അച്ഛനായിരിക്കുന്ന സമയത്ത് ഞാനത് പല ആവർത്തി സംസാരിച്ചിട്ടുമുണ്ട്. അടുത്തിടെയൊക്കെ ഞാനത് എൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി. ഏതാണ്ട് ഇങ്ങനെയാണ് ആ കവിത. പവിത്രൻ തീക്കുനിയുടെ ഒരു കവിതയായിരുന്നു. ഒരു ചോദ്യപേപ്പറാണ്. ആ ചോദ്യപേപ്പർ
അതിൻ്റെ ഉത്തരങ്ങളാണ്, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ, ഉത്തരക്കടലാസാണ് കവിത. ചോദ്യം നമ്മൾ ഊഹിച്ചോണം, ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രിയദർശിനി ഒരു വായനശാലയാണ്. ഉത്തരമാണ്. ചോദ്യം എന്തായിരിക്കും നിങ്ങൾക്കറിയാം. ഈ പേരുകൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അത്ര ഓർമ്മ കിട്ടുന്ന പേരുകളായിരിക്കില്ല. AKG ഒരു ബസ് സ്റ്റോപ്പാണ്. ബുദ്ധൻ ഒരു എൻജിനീയറിംഗ് കോളേജാണ്, മാവേലിക്കരയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കൗതുകമാണ്. ഒരു വരിയും കൂടി അതിൻ്റെ താഴെ ഒന്ന് എഴുതേണ്ടി വരും. എന്താണ്? ഗീവർഗീസ് സഹദ ഒരു പാമ്പ് പിടുത്തക്കാരനാണ്. ഇതിനപ്പുറത്തേക്കൊക്കെ നമ്മുടെ പെരുന്നാളുകൾ വളരുന്നുണ്ടോ എന്നാണ് നമ്മൾ സന്ദേഹിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ക്രിസ്തുവിലേക്ക് ഉണർത്തുന്ന മനുഷ്യർ കാലാതിവർത്തിയായി നമ്മോടിങ്ങനെ നിരന്തരം ഈ പെരുന്നാളുകളിലൂടെ സംവദിക്കുമ്പോൾ നിസ്വാർത്ഥമായൊരു ജീവിത സമീപനത്തിലേക്ക്, ത്യാഗനിർഭരമായൊരു ജീവിത അവസ്ഥയിലേക്ക് നമ്മെ തമ്മിൽ പുനരാക്കിയെടുക്കാനുള്ള വലിയ ദിവസങ്ങളായി ഈ പെരുന്നാൾ ദിവസങ്ങൾ മാറേണ്ടതുണ്ട്. എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ ക്രിസ്ത്യാനികരണം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു സംഗതിയല്ല. പള്ളിയിൽ പോയി നോയമ്പ് നോക്കി ഒക്കെ നമുക്ക് ക്രിസ്ത്യാനികരണം നടത്താം. അതിലൂടെ അതിനപ്പുറത്തേക്ക് എത്തുന്ന ഒരു തലമുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ കഥാസന്ദർഭമുണ്ട്. കസൻ സാക്കീസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ്. അതിലെ കഥാസന്ദർഭമാണ്. അതിൻ്റെ പശ്ചാത്തലം എല്ലാ വർഷവും ഒരു ഗ്രാമത്തിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, പാഷൻ ഓഫ് ക്രൈസ്റ്റ് വീണ്ടും ആവിഷ്കരിക്കുന്ന ഒരു പതിവുണ്ട്. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ഒരു നാടകം പോലെയാണ് അത് ആവിഷ്കരിക്കുന്നത്. അപ്പം അതിൽ അഭിനേതാക്കളായി എല്ലാ വർഷവും ആ നാട്ടിൽ ഓരോരുത്തരെ തിരഞ്ഞെടുക്കും. ക്രിസ്തുവുണ്ട്, പീലാത്തോസുണ്ട്, കയ്യപ്പാവുണ്ട്, മറിയുണ്ട്, മറ്റേ മറിയുണ്ട്, ശലോമയുണ്ട്. ഇങ്ങനെ ആ ദിവസത്തെ വേഷത്തിന് വേണ്ട എല്ലാ മനുഷ്യരും അവിടെ തിരഞ്ഞെടുക്കപ്പെടും. ആ വർഷം ക്രിസ്തുവായി തിരഞ്ഞെടുക്കപ്പെട്ടത് മനോലിയസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ കൃഷിക്കാരനാണ്. എല്ലാവരും നന്നായിട്ട് പരിശീലനമൊക്കെ നടത്തി വലിയ വെള്ളിയാഴ്ച ഏറ്റവും മനോഹരമായിട്ട് ക്രിസ്തുവിൻ്റെ കുരിശാരോഹണം ആവിഷ്കരിച്ചു. ഈ കുരിശാരോഹണം കഴിഞ്ഞു. എല്ലാവരും വേഷമൊക്കെ അഴിച്ചു വെച്ചു. അവരവരുടെ പണിക്ക് തിരിച്ചുപോയി. ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു കയ്യപ്പാവ്, ഒരു ടാക്സ് കളക്ടറായിരുന്നു ഹന്നാൻ, ക്രിസ്തു ഒരു കൃഷിക്കാരനായിരുന്നു. എല്ലാവരും അവരവരുടെ വഴിക്ക് അവരവരുടെ ജോലിക്ക് തിരിച്ചുപോയി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്തുവായി അഭിനയിച്ച ചെറുപ്പക്കാരനൊരു ചെറിയ പ്രശ്നം പറ്റി. മനോലിയസിന് നമ്മൾ നാട്ടിൽ പറയില്ലേ, ബാധ കയറുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി ക്രിസ്തു ഇയാളെ ബാധിച്ചു. അല്ലാതെ ഇയാൾ പിന്നെ ജീവിതത്തിൽ സത്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ അഭിനയം കഴിഞ്ഞ പിന്നെ എവിടെ തിന്മ കണ്ടാലും ഇയാൾ എതിർക്കാൻ തുടങ്ങി. എന്ത് അപകടം വന്നാലും അയാൾ സത്യത്തിന് വേണ്ടി നിരന്തരം സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രായമുള്ള കൂട്ടുകാരൊക്കെ അയാൾ ഉപദേശിച്ചു, എടോ മനോലിയസ്, ഇത് വലിയ അപകടമാണ്. എപ്പോഴും ഒന്നും സത്യം പറയരുത്, അപ്രിയ സത്യമൊന്നും പറയരുത്. മനുഷ്യരുടെ മുമ്പിൽ എപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം ഒക്കെ തരപ്പെടുത്തി സമാധാനമായിട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷെ ഇയാൾ കേൾക്കുന്നില്ല. ഈ ഉപദേശത്തിൻ്റെ എല്ലാ അവസാനം ഈ പ്രായമുള്ള മനുഷ്യരൊക്കെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? മനോലിയസേ, യു ആർ നോട്ട് സപ്പോസ് ടു ലീവ്, യു ആർ സപ്പോസ് ടു ആക്ട്. നിന്നോട് ക്രിസ്തുവായിട്ട് അഭിനയിക്കാനേ പറഞ്ഞുള്ളൂ, ജീവിക്കാൻ പറഞ്ഞില്ല. ഗീവർഗീസ് കഥ ക്രിസ്തുവായിട്ട് ജീവിക്കുമായിരുന്നു. നമ്മളോ? ദൈവം അനുഗ്രഹിക്കുന്നു.